മോണയിൽ രക്തം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പല്ലിൽ ചെറുതായിട്ട് മൊബിലിറ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ മോണയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന 5 പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. ഡോക്ടർ ഹജ്ര സലീം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ 5 പ്രൊഡക്ട്സ് നിങ്ങളുടെ മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിൽ 5ാമത്തെ അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു അറിവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 1, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നോർമൽ ടൂത്ത് ബ്രഷിനെ അപേക്ഷിച്ച് കൂടുതൽ സ്ട്രോക്സ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ച് ജെന്റിലാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. എന്നാൽ നമ്മൾ മാനുവലായിട്ട് സ്വന്തമായിട്ട് നോർമൽ ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ ടൂത്ത് ബ്രഷ് നല്ല രീതിയിൽ, അതായത് കറക്റ്റ് ടെക്നിക്കൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, മോണയിറക്കം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പല്ലിൽ തേയ്മാനം ഉണ്ടാവാറുണ്ട്. ഇതുകൂടാതെ പല്ലിലെ പ്ലാക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിമൂവ് ആവാതിരിക്കുകയും ഈ പ്ലാക്ക് കട്ടി കൂടി കാൽക്കുലസ് ആവുകയും ഇത് കൂടുതൽ നിങ്ങളുടെ മോണരോഗത്തെ വഷളാക്കാൻ വേണ്ടി കാരണമാവുകയും ചെയ്യും. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പ്ലാക്ക് കറക്റ്റായിട്ട് റിമൂവ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാൽക്കുലസ് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യുകയും മോണരോഗത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന്റെ വൈബ്രേഷൻസ് മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഒരു കൺട്രോൾഡ് പ്രഷറിലാണ് ബ്രഷിംഗ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എല്ലാ പല്ലിലും ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ മതി, എല്ലാ പല്ലും നല്ല രീതിയിൽ ക്ലീൻ ആവാൻ വേണ്ടി തുടങ്ങുന്നു. നോർമലായിട്ട് 2 മിനിറ്റ് പല്ല് തേക്കണം. പക്ഷെ നോർമൽ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് പലരും ഇത് ശ്രദ്ധിക്കാറില്ല. ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൽ 2 മിനിറ്റ് ടൈമർ ഉള്ളത് കൊണ്ട് തന്നെ പലരും ഈ ടൈമിംഗ് മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ടും 2 മിനിറ്റ് തന്നെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതും ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി പല്ലിൽ പോട് വരുന്നതും അതുപോലെ തന്നെ മോണയുടെ ആരോഗ്യവും ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഏത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ ഇറക്കുന്നുണ്ട്. കോൾഗേറ്റ്, ഫിലിപ്സ്, ഓറൽ ബി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓൺലൈനിൽ നമുക്ക് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ കിട്ടുന്നുണ്ട്. എപ്പോഴും ചാർജബിൾ ടൈപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു ലോങ് ടേം യൂസ് നോക്കുവാണെങ്കിൽ ചാർജബിൾ ടൈപ്പ് യൂസ് ചെയ്യുക. പിന്നെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുക. ടൂത്ത് ബ്രഷിന്റെ ഹെഡ് മോശമായി കഴിഞ്ഞാൽ ഇത് മാറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മോട്ടർ എപ്പോഴും മാറ്റണ്ട. ടൂത്ത് ബ്രഷിന്റെ ഹെഡ് മാത്രം നമുക്ക് ബ്രിസ്റ്റൽസ് ഒക്കെ മോശമാകുമ്പോൾ അത് മാറ്റി പുതിയ ബ്രിസ്റ്റൽസ് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി ഉള്ള അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ജോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ്, TMJക്ക് ഒക്കെ പ്രശ്നമുള്ളവരാണ്, ഒരു ലിമിറ്റഡ് മൗത്ത് ഓപ്പണിംഗ് ആണ്, ഇങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും ലോങ്ങും അതുപോലെ തന്നെ ചെറിയ ഹെഡ് ഉള്ളതായിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഗംസിലോട്ട് ചെറിയൊരു ആംഗുലേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഗമ്മിൽ ആ വൈബ്രേഷൻസ് റീച്ച് ആവാനും ഒരു ഗം സ്റ്റിമുലന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംസിലുള്ള ബാക്ടീരിയയുടെ പ്രസൻസ് അവിടെ കുറയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇനി ഇലക്ട്രിക് അല്ല, നിങ്ങൾ നോർമൽ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലമും ഉണ്ടാവില്ല. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗം ഹെൽത്ത് ഉണ്ടാവുമോ? ഒരിക്കലും അല്ല. നല്ല രീതിയിൽ നോർമൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഗമ്മിന്റെയും പല്ലിന്റെയും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. എങ്ങനെ കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 2, വാട്ടർ ഫ്ലോസ്. ഞാൻ എന്റെ പല വീഡിയോയിലും വാട്ടർ ഫ്ലോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ ലിങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വാട്ടർ ഫ്ലോസർ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ താഴെ ടാഗ് ചെയ്യുന്നതായിരിക്കും. വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുന്നത് പല്ലിന്റെ ഇടവശങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രമല്ല, പല്ലിന്റെ ഇടഭാഗങ്ങളിലും മോണയുണ്ട്. ആ മോണയിലുള്ള അഴുക്കും അതുപോലെ പ്ലാക്കും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഫ്ലോസിന് വലിയ ഒരു പങ്കുണ്ട്. വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള അഴുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർക്കും നല്ല രീതിയിൽ ക്യാവിറ്റി വരുന്നതും അതുപോലെ തന്നെ മോണരോഗങ്ങളും ഒക്കെ പ്രിവെന്റ് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും തീർച്ചയായിട്ടും വാട്ടർ ഫ്ലോസിന് നല്ല ഒരു പങ്കുണ്ട്. നമ്പർ 3, ഡെന്റൽ ഫ്ലോസ്. നേരത്തെ ഞാൻ പറഞ്ഞു വാട്ടർ ഫ്ലോസ് ഉപയോഗിച്ച്
നമുക്ക് പല്ലിന്റെ ഇടവശങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ പല്ലിന്റെ കോൺടാക്ട് പോയിന്റ്, അതായത് രണ്ട് പല്ലുകൾ തമ്മിൽ ഒട്ടിച്ചേരുന്ന ഭാഗത്ത് ഒരു പക്ഷേ ഈ വാട്ടർ ഫ്ലോസ് എത്തിപ്പെടണം എന്നില്ല. അതിന് ഉള്ളൊരു ബദൽ മാർഗമാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന നൂലുകൾ. ഇത് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള നൂലുകളാണ്. ഇതിനൊരു പ്രോപ്പർ ടെക്നിക് ഉണ്ട്. പല്ലിന്റെ ഇടവശങ്ങൾ ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇനി വാട്ടർ ഫ്ലോസ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തുള്ള സ്റ്റിക്ക് ഫ്ലോസുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. സ്റ്റിക്ക് ഫ്ലോസ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഫ്ലെക്സിബിൾ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റിക്ക് ഫ്ലോസുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഗംസിന് കൂടുതൽ ഇഞ്ചുറി ആക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗമ്മിന്റെ ആരോഗ്യത്തെ പറ്റി ഡോക്ടറോട് സംസാരിച്ചിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഡെന്റൽ ഫ്ലോസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗ്ലൈഡ്, സ്റ്റിം ബ്രാൻഡിന്റെ ഒക്കെ ഇന്റർഡെന്റൽ സ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. ഇത് നല്ല രീതിയിൽ കുറച്ച് ഫ്ലെക്സിബിളുമാണ്. അതുപോലെ തന്നെ നമുക്ക് പേഷ്യന്റിന്റെ ഗംസിന് അത്ര ഇഞ്ചുറി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വേണ്ടവർക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്പർ 4, ഇന്റർഡെന്റൽ ബ്രഷസ്. ഇപ്പൊ കമ്പി ഇട്ടവരൊക്കെ ആണെങ്കിൽ ഒരുവിധം ഈ ഇന്റർഡെന്റൽ ബ്രഷസിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടാവും. ഇന്റർഡെന്റൽ ബ്രഷസ് എന്ന് പറയുന്നത് ഇതുപോലെ സെറ്റ് ആയിട്ടുള്ള ബ്രഷുകളാണ്. ഈ ബ്രഷുകളിൽ പല സൈസുകൾ ഉണ്ടാവും. ഏറ്റവും ചെറിയ സൈസ് ഉപയോഗിച്ച് ആദ്യം ക്ലീൻ ചെയ്ത് നോക്കുക. അല്ലാതെ കടക്കാൻ പാടില്ല, മോണയുടെ ഇടയിലോട്ട് കടക്കാൻ പറ്റാത്ത വലിയ സൈസ് ബ്രഷ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ബ്രഷുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊരു സെറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ചില പല്ലുകൾക്ക് നമുക്ക് ചെറിയ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. ചില ബ്രഷുകൾക്ക് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ വലിയ ബ്രഷിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ യുക്തി പോലെ അനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പല്ലിന്റെ ഇടയിൽ ഇതുപോലെ അകത്ത് കയറ്റി ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. പല്ലിന്റെ ഇടവശത്ത് ഈ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്ടീരിയയും ഡെബ്രിസും ഒക്കെ റിമൂവ് ആവുന്നതാണ്. ഇത് മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓവർ പ്രഷറൈസ് ചെയ്ത് ഗ്യാപ്പില്ലാത്ത സ്ഥലത്ത് കുത്തിക്കയറ്റേണ്ട കാര്യമൊന്നുമില്ല. നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള ഭാഗത്ത് ഇത് ഉപയോഗിച്ച് എല്ലാ പല്ലിലും ക്ലീൻ ചെയ്യുന്നത് പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. 5ാമതാണ് സൈലറ്റോൾ. പല അഡ്വർടൈസ്മെന്റിലും ടൂത്ത് പേസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ചൂയിങ് ഗമ്മിന്റെ കൂടെയൊക്കെ സൈലറ്റോൾ ഉണ്ടെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഈ സൈലറ്റോൾ മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചില ചൂയിങ് ഗംസിൽ ഈ സൈലറ്റോൾ അടങ്ങിയിട്ടുണ്ട്. ഈ സൈലറ്റോൾ മോണയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ പ്ലാക്ക് പല്ലിൽ അടിഞ്ഞുകൂടുന്നത് തടയാനും മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പ്രസൻസ് കുറയ്ക്കാനുമൊക്കെ ഈ സൈലറ്റോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സൈലറ്റോൾ അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും അതുപോലെ ചൂയിങ് ഗമ്മും സെലക്ട് ചെയ്യാവുന്നതാണ്. ചൂയിങ് ഗം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഗർ ഫ്രീ ആയിട്ടുള്ള സൈലറ്റോൾ പ്ലസ് ആയിട്ടുള്ള ചൂയിങ് ഗംസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും എപ്പോഴും ചമച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് ഒക്കെ കഴിക്കുന്നവരാണ്, ഇപ്പോൾ ഓഫീസിലൊക്കെ ഇടയ്ക്ക് സ്നാക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സൈലറ്റോൾ ഗംസ് ഒക്കെ ചമയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഡെയിലി നമ്മൾ ഈ സൈലറ്റോൾ ഗംസ് ഒന്നും വാങ്ങിച്ച് ചവയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ സൈലറ്റോൾ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ 6 മാസത്തിലൊരിക്കൽ തീർച്ചയായിട്ടും ഒരു ഡെന്റൽ കൺസൾട്ടേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗം ഡിസീസോ അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി 2 തവണ ബ്രഷ് ചെയ്യുക, അതുപോലെ 1 തവണയെങ്കിലും ഫ്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.